ഹലോ ഗായ്സ്, ഇത് നെത്തോലി. ഈ നെത്തോലിയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കറിവേപ്പില ഇട്ടു. ഞാനൊരു അച്ഛൻ്റെ വീട്ടിൽ നിന്നൊരു മുരിങ്ങയുടെ വലിയ ഒരെണ്ണം പുഴുതു വീണപ്പോൾ എടുത്തുകൊണ്ട് വന്ന് കുഴിച്ചിട്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മുരിങ്ങയില ഇടാൻ പോകും. മുരിങ്ങയിലയും കൂടി ഇടുമ്പോൾ നല്ല സ്വാദാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ജീരകപ്പാട്ടയൊക്കെ തുറക്കട്ടെ ഗൈസ്. നല്ല പച്ച ഇലയാണ് ഗൈസ്. ഇത് ഉലുവപ്പൊടി, ശകലം ഉലുവ ഇടാവും. ഇത് കടുക്, ഇത് കൊച്ചു ജീരകവും വലിയ ജീരകവും കൂടെ പൊടിച്ചത്. ഗൈസ്, ഇത് ഉപ്പുനീര്, കല്ലുപ്പ് വെള്ളത്തിലിട്ട് അലിയിപ്പിച്ച് വെച്ചേക്കും. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കേണ്ട വരും. ഗൈസ്, കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യലായിട്ട് എൻ്റെ ഒരു ഇഷ്ടമുള്ള കറിയാണ്. ഈ പച്ചമുളക് ഒന്നും ഇടത്തില്ല ഗൈസ്. കറിവേപ്പിലയുണ്ട്, നമ്മളെ വീട്ടിലെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ കൊല്ലമുളക്, എനിക്ക് ഓർക്കാനും വരും ഗൈസ്. പച്ചമുളകൊക്കെ മാത്രം ഇട്ട് ഈ നെത്തോലിയും പച്ചിലയൊക്കെ ഇടുമ്പോൾ. അപ്പം ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല മുളകില്ലേ, നമ്മളെ മുളക്, നല്ല കൂടിയ മുളകാണ് ഗൈസ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതിൻ്റെ അരി അങ്ങ് മാറ്റും. വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ അരി പോവും. അപ്പോൾ അരി അങ്ങ് പോകുമ്പോൾ ഇത് അരയ്ക്കും, അരിയാനങ്ങ് മാറ്റും. എന്നിട്ട് മുളകിൻ്റെ സ്കിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ, സ്കിന്നുള്ളി. ഈ ക്യാമറ പിടിക്കാൻ ഇന്നൊരു വാക്കില്ല ഗൈസ്. ഇത് സ്റ്റിക്കിനകത്ത് വെച്ചതുകൊണ്ടാണ്, എനിക്കൊരു വാക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ സ്റ്റീലിൻ്റെ തവയായതുകൊണ്ട് കിടന്ന് കറങ്ങുകയും ചെയ്യുന്നു. എനിക്ക് കംഫേർട്ട് ഇതില്ലാത്തതാണ് ഈ സ്റ്റിക്കിനകത്ത് വെക്കാത്ത. ഇന്നലെ ഞാൻ പിന്നിലെ നമ്മുടെ മൺട്രോ ഐലൻഡിലേക്ക് പോയത് കൊണ്ട് സ്റ്റിക്കിനകത്ത് വെച്ചിരുന്നത്. ബിക്കോസ് ഫോൺ വെച്ചിരുന്ന് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇത് കിടന്ന് തിന്നുന്നുണ്ടോ? വീഡിയോ പിടിച്ച് തരാൻ ആരുമില്ല, നമ്മൾ കിടന്ന് ഒറ്റയ്ക്ക് വീഡിയോ പിടിച്ചോണം. അപ്പോൾ ഗൈസ്, ഇത്രയും ഉണ്ട്. ഞാനിത് കഴുകി അങ്ങോട്ട് ഒഴിക്കട്ടെ ഗൈസ്. ഇതിന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. കഴുകി ഒഴിച്ചിട്ട് ഫ്ലെയിം കൂട്ടി. ഞാൻ ഈ നെത്തോലിക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുള്ളങ്ങ് കളയും. മുള്ള് കളയുന്നതെന്ന് വെച്ചാൽ ആ മുള്ള് നമ്മളെ കുടലിലേക്ക് കൊണ്ടിട്ട് കുഴപ്പങ്ങളുണ്ടാക്കും, എനിക്ക് പിടിക്കില്ല. അപ്പോൾ ഇപ്പം കണ്ടോ, ഇതിനകത്ത് നമ്മൾ സാധാ മീൻകറിയിൽ ഒഴിക്കുന്ന പോലെ പുളിയും കൂടെ ഒഴിക്കും. അപ്പോൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആവും. പുളി പിഴിഞ്ഞൊഴിക്കട്ടെ ഗൈസ്. ഇത് പുളിനീരാണ് ഗൈസ് കേട്ടോ. നല്ല പുളി, നല്ല എരി, നല്ല ഉപ്പ് എല്ലാം വേണം ഗൈസ് കറിക്ക്. തിളക്കട്ട് ഗൈസ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ലീഫ് ഇച്ചിരി ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മുരിങ്ങയില. അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കട്ടെ. ബാക്കി മുരിങ്ങയിലതായിരിക്കുന്നു ഗൈസ്. നല്ല പച്ച ഇല കേട്ടോ, നല്ല പച്ച ഗ്രീനറി. ഞാനിത് പറിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു അച്ഛൻ്റെ വീട്ടിലെ, ഇതൊരു സങ്കരവർഗ്ഗമാണെന്ന് തോന്നുന്നു. നല്ല കുട്ടി അങ്ങോട്ട് നമ്മളിത് വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് ദൈവസഹായം കൊണ്ടങ്ങ് കിളിച്ചു കേട്ടോ ഗൈസ്. നമുക്ക് വീണ്ടും കാണാം. കറി വരട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഗൈസ്. കണ്ട, നല്ല വെളിച്ചെണ്ണ ഗൈസ്. ഇത് ഇച്ചിരി അങ്ങോട്ട് ഒഴിക്കട്ടെ, അപ്പം നല്ലൊരു ടേസ്റ്റ് വരും. ഇച്ചിരി പിശുക്കൊന്നും കാണിക്കണ്ട, ഇച്ചിരി നല്ലോണം അങ്ങ് ഒഴിക്കണം. അല്ലേ ഈ ചൂടത്തുണ്ടല്ലോ ഗൈസ്, മുളകല്ലേ ഇത്, തേങ്ങ അരിക്കുന്നില്ലല്ലോ. പിന്നെ സവാളയ്ക്ക് ഇഷ്ടമാതിരി ഉണ്ട് ഗൈസ്. അത് തിളക്കട്ടെ, നമുക്ക് വീണ്ടും കാണാം. ഹായ് ഗൈസ്, വെളുത്തുള്ളി ചതച്ചതാണ്, അതും കിടക്കട്ടെ ഗൈസ്. നമുക്കിതിനെ കുറച്ചങ്ങോട്ട് പറ്റിച്ച് സാധാരണ എണ്ണ തെളിയുമ്പം നമുക്കിത്
സെറ്റാക്കി അടച്ച് ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചീനിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഗൈസ്. അപ്പോൾ ബൈ. ഇനി ഈ വെറൈറ്റി കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. അപ്പം ഞാൻ വെക്കട്ടെ ഗൈസ്. ബൈ ബൈ. എന്തോളും ഇനി അടുത്ത വീഡിയോ പിടിക്കണം, അതുകൊണ്ടാണ്. എണ്ണയൊക്കെ ഇപ്പം തെളിഞ്ഞിട്ടുണ്ട്.